മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൻ്റെ ചൂണ്ടുപലകകളെക്കുറിച്ചുള്ള തെളിവുകളെക്കുറിച്ചുള്ള ചർച്ചയിലാണല്ലോ നാം. ഇത് രണ്ടാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്തിൻ്റെ മുൻപ്, പ്രവാചകത്വ ലബ്ധിയുടെ മുൻപ് അവിടുത്തെ ജീവിതം സത്യസന്ധമായിരുന്നു എന്നതാണ് നാം പറഞ്ഞു വെച്ചത്. ഇനി പ്രവാചകത്വ ലബ്ധിക്ക് ശേഷമോ? പ്രവാചക ലബ്ധിക്ക് ശേഷം അവിടുത്തെ സത്യസന്ധത എപ്രകാരമായിരുന്നു? പ്രത്യേകിച്ച് നുബുവത്തിൻ്റെ ആ സമയമാകുമ്പോഴേക്കും വഹീൻ്റെ ആദ്യ ഭാഗം കുറേ സ്വപ്നങ്ങളായിരുന്നു. ആ സ്വപ്നങ്ങൾ തങ്ങൾക്ക് വന്നു. അതിൻ്റെ ഭാഗമായി തങ്ങൾ ഹിറാ ഗുഹയിലേക്ക് ധ്യാന നിമഗ്നനായി പോയിരിക്കുന്ന സന്ദർഭം. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം അവതരിക്കുന്നത്, വഹയുമായി അവതരിക്കുന്നത്. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകനാണ് എന്ന ഔദ്യോഗികമായ മുന്നറിയിപ്പ് കിട്ടിയിട്ടില്ല. അത് കുറച്ചുകൂടി 6 മാസങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണ് ആ ഔദ്യോഗികമായ അറിയിപ്പ് ലഭിക്കുന്നത്. അങ്ങനെ അറിയിപ്പ് ലഭിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പക്ഷെ പ്രബോധനത്തിൻ്റെ ഉത്തരവാദിത്തം നൽകിയിട്ടില്ല. പിന്നീടാണ് സൂറത്തുൽ മുദ്ദസ്സിറും സൂറത്തുൽ മുസമ്മിലുമൊക്കെ വരുമ്പോഴാണ് പ്രബോധനം ചെയ്യണമെന്ന കൽപ്പന തങ്ങൾക്ക് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സത്യസന്ദേശം ഭാര്യയായ ഖദീജ ബീവിക്ക് പറഞ്ഞു കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുരുഷന്മാരിൽ നിന്ന് ഈ സമയത്ത് വർഖത്ത് ബിൻ നൗഫലിനെ കാണുന്നുണ്ട്. വർഖത്ത് ബിൻ നൗഫലാണ് പുരുഷന്മാരിലെ ആദ്യ വിശ്വാസി എന്ന് അഭിപ്രായം പറഞ്ഞവരുണ്ട്. കാരണം എന്തുകൊണ്ട്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ റിസാലത്ത് എത്തിച്ചു കൊടുക്കേണ്ട തബ്ലീഗിൻ്റെ ഉത്തരവാദിത്തം നൽകപ്പെട്ടിട്ടില്ല. ആ സമയത്ത് നൽകപ്പെട്ടിട്ടില്ല. എന്നാൽ പിന്നീട് ആ ഉത്തരവാദിത്തം ലഭിക്കുന്ന സമയത്തോ വർഖത്ത് ബിൻ നൗഫൽ ജീവിച്ചിരിക്കുന്നുമില്ല. ഏതാകട്ടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു ഒക്കെ വിശ്വസിച്ചു. അങ്ങനെ കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൽപ്പന വരുന്നത്, വഅൻദിർ അശീറതകൽ അഖറബീൻ, അങ്ങയുടെ അടുത്ത കുടുംബക്കാർക്ക് വേണം ഇനി പ്രബോധനം ചെയ്യാൻ, അത് അങ്ങ് ചെയ്യൽ നിർബന്ധമാണ്. ഈ ഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാ കുന്നിൻ്റെ മുകളിൽ കയറുന്നത്. എന്നിട്ട് ഓരോ ഗോത്രത്തിൻ്റെ പേരെടുത്ത് വിളിക്കുന്നുണ്ട്. ആ ഗോത്രക്കാരൊക്കെ അവിടേക്ക് വന്നുകൊണ്ടിരുന്നു. നടക്കാൻ വയ്യാത്ത ചിലർ ആളെ പറഞ്ഞയച്ചു, എന്താണ് അവിടെ നടക്കുന്നത് എന്നറിയാൻ. കാരണം കാര്യപ്പെട്ട ആളാണ് വിളിക്കുന്നത്, ഇത് ഭ്രാന്തനല്ല വിളിക്കുന്നത്. ഒരു ഭ്രാന്തൻ വിളിക്കുകയാണെങ്കിൽ ആരും വരില്ല. പിന്നീട് ഭ്രാന്ത് ആരോപിച്ചിട്ടുണ്ട് ആളുകൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയെ നിഷേധിക്കാൻ കഴിയാതെ വന്നപ്പോൾ എങ്കിലിത് ഭ്രാന്താണ് എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ അവർക്കാർക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 40 വയസ്സിൻ്റെ മുൻപ് ഭ്രാന്തിൻ്റെ അംശമെങ്കിലും ഉണ്ടോ എന്ന് യാതൊരു സംശയവുമില്ല. ഒരു ഭ്രാന്തൻ വിളിച്ചാൽ ജനങ്ങൾ വരേണ്ട ആവശ്യമില്ലല്ലോ. മഅദല്ലാഹ്, മുഹമ്മദ് നബി വിളിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ അടുത്ത കുടുംബക്കാർ, പ്രധാന ഗോത്രങ്ങളൊക്കെ, ഖുറൈശിയിലെ പ്രധാന ഗോത്രങ്ങളൊക്കെ അവിടെ ഒരുമിച്ച് കൂടി. സഫാ കുന്നിൻ്റെ മുകളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രംഗം നമുക്കൊന്ന് മനസ്സിൽ ചിത്രീകരിച്ച് നോക്കാം. പുണ്യ നബി സഫാ കുന്നിൻ്റെ മുകളിൽ. എന്നിട്ട് ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളോട് ചോദിക്കുന്നു, ഈ കുന്നിനപ്പുറത്ത് നിന്ന് ഒരു ശത്രു സൈന്യം നമ്മെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്തൊരു ചോദ്യമാണത്. 2 കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞാൽ, കാരണം ഞാൻ നുണ പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ സത്യസന്ധനാണെന്ന്, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? രണ്ടാമത്തെ ഒരു കാര്യം അവിടെ ഉണ്ട്, അതോറിറ്റി. എനിക്കേ അത് കാണാൻ കഴിയൂ, കാരണം ഞാൻ കുന്നിൻ്റെ മുകളിലാണ്. നിങ്ങൾക്ക് ഈ കുന്നിൻ്റെ മുകളിൽ കയറാതെ അത് കാണാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം വിശ്വസിക്കാൻ നിർബന്ധമായ കാര്യങ്ങളാണത്. യു ആർ ഫോഴ്സ്ഡ് ടു ബിലീവ്. നിങ്ങൾ വിശ്വസിക്കാൻ നിർബന്ധിതമാണ്. വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. കൂടി നിൽക്കുന്നവർ ഏകസ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കും, കാരണം നീ കളവ് പറഞ്ഞിട്ടില്ല, നീ കളവ് പറഞ്ഞു എന്നതിന് യാതൊരു അറിവും ഞങ്ങൾക്കില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പുണ്യനബി എന്തു പറഞ്ഞു? തന്നെ അള്ളാഹു ഏൽപ്പിച്ച വിശ്വദൗത്യത്തെക്കുറിച്ച് വിളംബരം നടത്തി. അത് കേട്ടപ്പോഴോ അവർ സത്യസന്ധതയാണ് പുണ്യനബിയുടെ കൈമുതൽ എന്ന് മനസ്സിലാക്കി, ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ല എന്ന് അവിടെ വെച്ച് സമ്മതിച്ച അവർ തങ്ങളെ എതിർത്തു. ആ സമയത്താണ് അബൂലഹബ് ശാപവാക്കുകൾ ചൊരിഞ്ഞുകൊണ്ട് പുണ്യനബിക്കെതിരെ ഉറക്കെ സംസാരിക്കുന്നത്. അതോടനുബന്ധിച്ചാണ് തബ്ബത്ത് യദാ അബീ ലഹബ് എന്ന ഖുർആനിക വചനം അവതരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ സംഭവം പ്രവാചകത്വ ലബ്ധിക്ക് ശേഷവും പരസ്യപ്രബോധനത്തിൻ്റെ മുൻപ് ശത്രുക്കൾക്കൊരഭിപ്രായവുമില്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നുണ പറഞ്ഞു എന്നതിന്. രണ്ടാമത്തെ ഒരു സംഭവം ഹിജറ പോകുന്ന രംഗമാണ്, അല്ലേ? എത്ര വർഷം കഴിഞ്ഞു? 13 വർഷം കഴിഞ്ഞു. ആദ്യം നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞത് പ്രവാചകത്വ ലബ്ധിക്ക് മുൻപത്തെ സത്യസന്ധതയാണ്. ഇപ്പോൾ പറഞ്ഞത് പ്രവാചക ലബ്ധിയുടെ ഉടനെയുള്ള ആദ്യ വർഷങ്ങളിൽ ചുറ്റുമുള്ള ആളുകൾ അവിടുത്തെ സത്യസന്ധതയിൽ എത്രമാത്രം വിശ്വസിച്ചിരുന്നു എന്നതാണ്. ഇനി ഹിജറ പോകുന്ന രംഗം.
10 വർഷങ്ങൾ കൂടി കഴിഞ്ഞു. നുബുവത്തിൻ്റെ ശേഷം 13 വർഷങ്ങൾ കഴിഞ്ഞു. ഹിജറ പോകുന്ന രംഗമാണ്. ഏതാണ് ആ രംഗം? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിച്ചതിൻ്റെ പേരിൽ മാത്രം പീഡിപ്പിക്കപ്പെട്ട് തന്നെ വിശ്വസിച്ച ആളുകൾ കൊല ചെയ്യപ്പെടുന്ന വിവരം നിസ്സഹായതയോടെ കേട്ടുനിന്ന് അനുയായികൾ ആദ്യം എത്യോപ്യയിലേക്ക് പറഞ്ഞയച്ചു. 2 ടീമായി. എന്നിട്ടും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഇനി മക്കയിൽ നിൽക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കളിൽ നിന്നും അനുയായികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആദ്യം അനുയായികളെ പറഞ്ഞയച്ചു. ഹിജ്റ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്, പ്രത്യേകിച്ച് ഈ ആധുനിക കാലത്ത്. ഹിജ്റയുടെ മാസമാണ് തൊട്ടു മുൻപ് നമ്മിൽ നിന്നും കഴിഞ്ഞു പോയത്. ഹിജ്റ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാദൃച്ഛികമായി മക്ക തിരഞ്ഞെടുത്തതായിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് എ റാൻഡം പിക്ക്, ഇറ്റ് വാസ് പ്രീ പ്ലാൻഡ്. കൃത്യമായ മുൻ പ്ലാനിങ്ങുകളോടുകൂടിയാണ് ഹിജ്റ സംഭവിച്ചത്. ഇനി മക്കയിൽ നിൽക്കാൻ കഴിയില്ലെന്ന് ഏകദേശം ബോധ്യമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തുകൊണ്ടാണ് ഈ പീഡനങ്ങൾക്കിടയിലും മക്കയിൽ നിൽക്കാൻ കഴിഞ്ഞത്? അതും ആധുനിക കാലത്ത് ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്ക് പാഠമാണ്. 2 ബലമാണ്. ഒന്ന് ഖദീജ എന്ന ആത്മീയ ബലം, എന്ന സാന്നിധ്യം, എന്ന ഇണയുടെ ഒരു പിന്തുണ. രണ്ടാമത്തേത് ഭൗതികമായ ബലം. അബൂ ത്വാലിബ് എന്ന ഖുറൈശികളിലെ പ്രധാനിയായ തൻ്റെ പിതൃവിനും തൻ്റെ വളർത്തുപിതാവുമായ വ്യക്തിത്വത്തിൻ്റെ പിന്തുണ. അബൂ ത്വാലിബിൻ്റെ പിന്തുണ റസൂലുള്ളാഹിക്കുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹിനെ ആരും ആക്രമിക്കില്ല എന്നതുപോലെ ആധുനിക ഇന്ത്യയിൽ അപകടം നേരിടുന്ന, വിവേചനം നേരിടുന്ന, കൂട്ടക്കൊലകൾക്ക് വിധേയമാകുന്ന മുസ്ലിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഇവിടുത്തെ സ്വാധീനശേഷിയുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർ നമ്മെ സംരക്ഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷം രൂപപ്പെടുത്തിയെടുക്കലാണ്. അബൂ ത്വാലിബുമാരെ ഉണ്ടാക്കാൻ കഴിയലാണ്. നന്മയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി അഘോരാത്രം സംസാരിക്കാൻ കഴിയുന്ന ഇതര സമുദായത്തിലെ വ്യക്തികളെ രൂപപ്പെടുത്താൻ കഴിയലാണ്. അതിനുവേണ്ടി അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കലാണ്. ഇതൊക്കെയാണ് ഈ ഹിജറയിൽ നിന്നും, പ്രവാചക ജീവിതത്തിൽ നിന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന മാതൃകകൾ. അങ്ങനെ അബൂ ത്വാലിബ് മരണപ്പെട്ടു. അബൂ ത്വാലിബിൻ്റെ മരണത്തിൻ്റെ മുൻപ് തന്നെ ഉപരോധമുണ്ടാകുന്നുണ്ട്. ഉപരോധിക്കാനേ അവർക്ക് കഴിയൂ. കാരണം അബൂ ത്വാലിബ് ജീവിച്ചിരിക്കുന്നുണ്ട്, അവരിലെ പ്രധാനിയാണ്, ആക്രമിക്കാൻ കഴിയില്ല. അങ്ങനെ ഷേബ് അബൂ ത്വാലിബിൽ ഉപരോധിക്കപ്പെടുന്നുണ്ട്. അവർക്ക് ഭക്ഷണം വിൽക്കാതെ, അവരുമായി കച്ചവട ബന്ധം നടത്താതെ, അങ്ങനെ ആ ഉപരോധം വല്ലാതെ നീണ്ടുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ പ്രയാസപ്പെട്ടു. അനുയായികളും വളരെയേറെ പ്രയാസപ്പെട്ടു. കഴിക്കാൻ ഭക്ഷണമില്ലാതെ പച്ചിലകൾ കഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് വാസ് നോട്ട് എക്സാഗുറേഷൻ. അതൊരു ആലങ്കാരിക പ്രയോഗമല്ല. അതൊരിക്കലും ഇല്ലാത്തത് കൂട്ടിപ്പറഞ്ഞതല്ല. ലിറ്ററലി അങ്ങനെ സംഭവിച്ചു. അങ്ങനെ അവർ ജീവിച്ചു. അങ്ങനെ ആ പീഡനങ്ങളൊക്കെ സഹിച്ചു. അപ്പോഴും ഹിജറ പോയിട്ടില്ല. തിരിച്ചൊരു അറ്റാക്കിന് പ്ലാൻ ചെയ്യുന്നില്ല, ഒരു യുദ്ധത്തിന് മുതിരുന്നില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹനത്തോടു കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ അബൂ ത്വാലിബ് മരണപ്പെട്ടു. തങ്ങളുടെ സംരക്ഷകൻ ഇല്ലാതായി. ഇനി മക്കയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹിക്ക് മനസ്സിലായി. മക്കയിൽ പിടിച്ചു നിൽക്കാൻ ഇനി കഴിയില്ല. ഇനി എന്തു വേണം? ഇനി മറ്റൊരു നാട്ടിലേക്ക് രക്ഷപ്പെടണം, പലായനം ചെയ്യണം. വേറെ വഴിയില്ല. എവിടേക്ക് അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ മുതൽ മക്കയിലേക്ക്, കഅബയിലേക്ക് ഹജ്ജിനും ഉംറയ്ക്കുമായി അവരുടെ അന്നത്തെ ആരാധനാ ചടങ്ങുകൾ നിർവഹിക്കാൻ വേണ്ടി വന്നിരുന്ന ഗോത്രങ്ങളുണ്ട്. അവരെ കാണുമ്പോഴൊക്കെ റസൂലുള്ളാഹി പ്രബോധനത്തിന് പോകും. അങ്ങനെ മദീനയിൽ ഔസ് ഖസ്റജ് ഗോത്രക്കാർ അവിടേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇസ്ലാമിൻ്റെ സത്യസന്ദേശത്തിൻ്റെ സമഗ്രം പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് ബോധ്യമായി. അവർ വിശ്വസിച്ചു. അങ്ങനെ അഖബയിൽ വെച്ചാണ് ഈ സന്ധി. അഖബ ഉടമ്പടി നടന്നു. പിന്നീട് വീണ്ടും അവർ വന്നു. 1-ാം അഖബ ഉടമ്പടിക്ക് ശേഷം മദീനക്കാർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ അയക്കുന്നുണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മദീനയിൽ പോയി ഇസ്ലാമിൻ്റെ സന്ദേശം അവിടെ പ്രചരിപ്പിച്ചു. ഒരു വീട്ടിൽ ഒരു മുസ്ലിം ഉള്ള അവസ്ഥയിൽ മദീന മാറി. അങ്ങനെ 2-ാം അഖബ ഉടമ്പടി നടന്നു. ഈ 2-ാം അഖബ ഉടമ്പടി നടക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ കൂടെ അബ്ബാസ് എന്നവരുണ്ട്. തങ്ങളുടെ എളാപ്പ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. എളാപ്പ പറയുന്നുണ്ട്, മദീനക്കാർ പറഞ്ഞു, തങ്ങളെ ഞങ്ങൾ സ്വീകരിക്കാം, ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നോളൂ. ഞാൻ വന്നാൽ എൻ്റെ സുരക്ഷ നിങ്ങൾ ഏറ്റെടുക്കുമോ? ഇത് നിങ്ങൾ മനസ്സിൽ കോറിയിടേണ്ട ഒരു ചോദ്യമാണ്. ഇത് പിന്നീട് നമ്മൾ വിശദീകരിക്കാൻ പോകുന്ന മറ്റൊരു തെളിവിലേക്കുള്ള ഒരു ആമുഖമാണ്. എൻ്റെ സുരക്ഷ നിങ്ങൾ ഏറ്റെടുക്കുമോ? ഞങ്ങൾ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞു.
അങ്ങനെയാണ് മദീനയിലേക്ക് ഹിജറ പോകുന്നത്. അല്ലാതെ ഇറ്റ് വാസ് നോട്ട് എ റാൻഡം പിക്ക്, യാദൃച്ഛികമായി തിരഞ്ഞെടുത്തതല്ല. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഒരു നേതാവ് അങ്ങനെ ആകണം, അനുയായികൾക്ക് ധൈര്യം പകരണം. അല്ലാതെ ഇന്ന് ആധുനിക ഇന്ത്യയിൽ ഹിജറ പോകണമെന്ന് പറയുന്ന ചിലർ അമേരിക്കയിലേക്കും UK ഒക്കെ അവിടുത്തെ പെർമനന്റ് റെസിഡൻഷിപ്പ് ഒക്കെ കിട്ടി അവിടേക്ക് പോകുമ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി ഹിജറ പോയി എന്ന്. അത് ഹിജറയല്ല, അത് ഒളിച്ചോട്ടമാണ്. നിങ്ങളുടെ കുടുംബത്തിലെ മറ്റുള്ളവരെയൊക്കെ ഈ അപകടത്തിൽ തനിച്ചാക്കി പോകുന്നത് ഒളിച്ചോട്ടമാണ്, അത് ഹിജറയല്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ആ ഘട്ടത്തിലാണ് മദീനയിലേക്ക് ഹിജറ പോകാൻ വേണ്ടി തയ്യാറാകുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, തൊലഅൽ ബദ്റു അലൈന പാടി സ്വീകരിച്ചു മദീന നിവാസികൾ പ്രവാചകരെയും അനുയായികളെയും. മക്കയിലില്ലാത്ത സ്വീകാര്യത, ത്വായിഫിൽ ഇല്ലാത്ത സ്വീകാര്യത എന്തുകൊണ്ടാണ് മദീനയിൽ കിട്ടുന്നത്? അതൊരു ചോദ്യമായിരുന്നുവല്ലോ. ചരിത്രം പഠിക്കുന്ന, സീറ പഠിക്കുന്ന, താരീഖ് പഠിക്കുന്ന ഏതൊരാളുടെയും മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന അല്ലെങ്കിൽ ഉത്തരമന്വേഷിക്കാൻ താല്പര്യമുണ്ടാക്കുന്ന ഒരു ചോദ്യമാണത്. എന്തുകൊണ്ട് മദീനക്കാർ സ്വീകരിച്ചു? അതിൻ്റെ ഉത്തരം ഇതാണ്. അത് യാദർച്ഛികതയല്ല, മറിച്ച് കൃത്യമായ പ്ലാനിംഗ് ആണ്. അങ്ങനെ ഹിജറ പോകുന്ന ആ രംഗം അനുയായികളെ ആദ്യം പറഞ്ഞയച്ചു. ഒരു നേതാവിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്നുണ്ട് ചില സംഘടനകൾ നിരോധിക്കപ്പെടുമ്പോൾ നേതാക്കൾ ആദ്യം ഗൾഫിലേക്ക് പോകും, മലേഷ്യയിലേക്ക് പോകും. എന്നിട്ട് അനുയായികളെ വിളിച്ചു പറയും ഞങ്ങളിവിടെ എത്തി, ഇനി നിങ്ങൾ രക്ഷപ്പെട്ടോളൂ എന്ന്. എന്നാൽ ഈ നേതാവ് അങ്ങനെയല്ല. ഇത് മാതൃകാപരനായ, മാതൃകാ പുരുഷനായ നേതാവാണ്. ഈ നേതാവ് ആദ്യം അനുയായികളെ പറഞ്ഞയച്ചു. കാരണം എന്നെയാണ് മക്കക്കാർക്ക് വേണ്ടത്. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം എൻ്റെ അനുയായികൾ അവർ ആക്രമിക്കില്ല, അവർക്ക് സുഖമായി മദീനയിലേക്ക് പോകാം. അങ്ങനെ മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്, അബൂബക്കർ സിദ്ദീഖ് എന്നവരുണ്ട്, അലി റളിയല്ലാഹു അൻഹു ഉണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ചിലർ മാത്രമാണ് മക്കയിലുള്ളത്. ഈ സമയത്ത് മുഹമ്മദ് നബിയെ വധിക്കാൻ ഖുറൈശികൾ പ്ലാൻ ചെയ്തു. പക്ഷെ ആര് വധിക്കും? ചില്ലറക്കാരനല്ല, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയാണ്. ആര് ആ ദൗത്യം ഏറ്റെടുക്കും? ആർക്കും ധൈര്യമില്ല. കാരണം ആരെങ്കിലും ആ ദൗത്യം ഏറ്റെടുത്താൽ ഈ കുടുംബം ഇവരോട് പ്രതികാരം ചെയ്യും, ഈ വധിച്ച കുടുംബത്തോട് പ്രതികാരം ചെയ്യും. ഗോത്ര വ്യവസ്ഥയാണ് അവിടെ ഉള്ളത്, കുടുംബ വ്യവസ്ഥയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരെ തിരഞ്ഞെടുക്കാം, എല്ലാവരും ഒരുമിച്ച് മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കട്ടെ എന്നവർ തീരുമാനിച്ചു. അപ്പോൾ ആരോട് പ്രതികാരം ചെയ്യില്ലല്ലോ, അപ്പോൾ മുഹമ്മദിൻ്റെ കുടുംബം ആരോടും പ്രതികാരം ചെയ്യില്ലല്ലോ എന്ന് അവർ വിചാരിച്ചു. അങ്ങനെ അതിനവർ ആളെ നിശ്ചയിച്ചു, കൊട്ടേഷൻ സംഘത്തെ അയച്ചു. ആ രാത്രിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്യുന്നത്. ദ ലാസ്റ്റ് സെക്കൻഡ്. ഇനി ഒരു നിമിഷം അവിടെ നിൽക്കുക സാധ്യമല്ല. ആ രാത്രി ഈ ശത്രുക്കൾ ഏൽപ്പിക്കപ്പെട്ട കൊട്ടേഷൻ വിഭാഗം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ച വീട് വളഞ്ഞു. അവിടെ നബിയുമുണ്ട്, അലി റളിയല്ലാഹു അൻഹുവുമുണ്ട്. ആ വീട് വളഞ്ഞു. ആ രാത്രിയിലാണ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവരൊരിക്കലും പക്ഷെ വീട് ആക്രമിച്ചില്ല, അല്ലേ? ഇന്നത്തെ പോലെ സെക്യൂരിറ്റിയുള്ള വീടൊന്നുമല്ല. അവർ കാത്തിരുന്നു പുറത്തിറങ്ങി വരുന്നത്. അവരുടെ മാന്യത ഒന്ന്. അല്ലെങ്കിലോ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് വീട് ആക്രമിച്ചിട്ടല്ലേ നിങ്ങൾ മുഹമ്മദിനെ വധിച്ചത് എന്ന് പിൽക്കാലക്കാർ കവിത പാടുമെന്ന ഭയം. ഏതാകട്ടെ അവർ കാത്തുനിന്നു. അങ്ങനെ നമുക്ക് ചരിത്രം അറിയാം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കണ്ണുവെട്ടിച്ച് സൂറത്ത് യാസീനിൻ്റെ വചനങ്ങൾ പാരായണം ചെയ്ത് മണ്ണെടുത്ത് വീശിയപ്പോൾ അവരൊക്കെ അന്ധരാകുകയും അതിലൂടെ പുണ്യനബി രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷെ പുണ്യനബി രക്ഷപ്പെട്ടപ്പോഴും താൻ കിടന്നിരുന്ന വിരിപ്പിൽ അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തിയിരുന്നു. എന്തിന് അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തിയെന്ന് ചോദിച്ചാൽ അത് ശത്രുക്കളുടെ കാഴ്ച മറയ്ക്കാൻ, ശത്രുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ? കാഴ്ച മറച്ച അള്ളാഹുവിനെ ശത്രുക്കളെ അവിടെ പിടിച്ചു നിർത്താൻ മറ്റു ഉപാധികളും ഉണ്ടാകും. പക്ഷെ അലി റളിയല്ലാഹു അൻഹുവിനെ അവിടെ തങ്ങളുടെ വിരിപ്പിൽ കിടത്തി റസൂലുള്ളാഹി പോയത് ഒരു ദൗത്യം ഏൽപ്പിച്ചത് കൊണ്ടാണ്. ഏതാണ് ആ ദൗത്യം? അത് പറയാനാണ് ഈ നീണ്ട ചരിത്രം നമ്മൾ ഓർത്തെടുത്തത്. ആ ദൗത്യം മക്കക്കാർ തങ്ങളുടെ ശത്രുക്കളിൽപ്പെട്ട ആളുകൾ പോലും സൂക്ഷിപ്പ് സ്വത്ത് ഏൽപ്പിച്ചിരുന്നത് മുഹമ്മദിനെയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റാരെയും വിശ്വാസമില്ല. അവരുടെ സമ്പത്ത് ഏൽപ്പിക്കാൻ, സൂക്ഷിപ്പ് സ്വത്ത് ഏൽപ്പിച്ചു വെക്കാൻ, അന്ന് ബാങ്ക് സൗകര്യമില്ലല്ലോ, ഇത് ഏൽപ്പിച്ചു വെക്കാൻ അവർക്ക് വിശ്വസ്തൻ മുഹമ്മദ് നബിയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്നെ വധിക്കാൻ തീരുമാനിച്ച് ആളെ നിശ്ചയിച്ച് വീട് വളഞ്ഞു നിൽക്കുന്ന സമയത്ത് മക്കക്കാർ തനിക്ക് ഏൽപ്പിച്ച സ്വത്ത് അവർക്ക് തിരിച്ചു നൽകാനുള്ള അസാമാന്യമായ മാന്യത കാണിക്കുകയാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സത്യസന്ധത, അവിടുത്തെ വിശ്വസ്തതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയായി, ഒരു തെളിവായി നമുക്ക് ഈ സംഭവത്തെ വിലയിരുത്താൻ സാധിക്കും.